ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 19. മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തദധോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സസദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യദിലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. അല്ലയോ പരമശിവ മഹിഷി, ബിന്ദുസ്ഥാനത്തിൽ സാധ്യയായ കാമിനിയുടെ മുഖത്തെയും തദധോഭാഗത്തിൽ 2 സ്തനങ്ങളെയും അതിൻ്റെ അധോഭാഗത്തിൽ ത്രികോണത്തെയും അതായത് യോനിയെയും മുഖസ്തനയുഗയോനികളിൽ ക്ലീം എന്ന കാമബീജത്തെയും യാതൊരുവൻ ധ്യാനിക്കുന്നുവോ അവൻ ക്ഷണത്തിൽ സ്ത്രീകളെയെല്ലാം മോഹിപ്പിക്കുന്നവനാകുന്നു. ഇങ്ങനെ ധ്യാനിക്കുന്ന സാധകൻ കാമരാജബീജത്തെയും ചിന്തിച്ച് ആ കാമിനിയോടുകൂടി ആത്മാവിൻ്റെ താദാത്മ്യത്തെ സമ്പാദിക്കണമെന്ന് പറയുന്നു. മുകളിലുള്ള ഏകബിന്ദുവിനെ ശിരസ് മുതൽ കണ്ഠം വരെയുള്ള ഭാഗത്തോട് അഭേദമായും അതിന് താഴെയുള്ള 2 ബിന്ദുക്കളെ കണ്ഠം മുതൽ സ്തനങ്ങൾ വരെയുള്ള ഭാഗത്തോട് അഭേദമായും അതിലും താഴെയുള്ള ത്രികോണത്തെ സ്തനങ്ങൾ മുതൽ ഗുദം വരെയുള്ള ഭാഗത്തോട് അഭേദമായും ഭാവിച്ച് ദേവീരൂപമായ കാമകലാത്രികൂടം തന്നെ സ്വശരീരമായി പരിണമിച്ചിരിക്കുന്നു എന്ന് ധ്യാനിക്കുന്നവനെ ധർമാർത്ഥ കാമമോക്ഷങ്ങളും സിദ്ധിക്കും. ഇവയിൽ കേശപാണിപാദങ്ങളെ ഉൾപ്പെടുത്താത്തത് അവ നേരത്തെ പറഞ്ഞ 3 ഭാഗങ്ങളുടെ ശാഖകളായതിനാലാണ്. മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തദധോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സസദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യദിലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. ശ്ലോകം 20. കിരന്തീമംഗേഭ്യഃ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാമാധത്തേ ഹിമകരശിലാമൂർത്തിമിവ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ. അമ്മയുടെ കാന്തി നിറഞ്ഞ അമൃതവർഷം അവയവങ്ങളിൽ നിന്നു വർഷിക്കുന്ന രൂപം ധ്യാനിക്കുന്ന ആൾ അവൻ്റെ വീക്ഷണം കൊണ്ട് തന്നെ വിഷത്തെയും ജ്വരത്തെയും നശിപ്പിക്കുന്നു എന്ന് സാരം. അല്ലയോ മഹാദേവി, കാന്തി സമൂഹത്തിൽ നിന്നുണ്ടായ അമൃതരസത്തെ അവയവങ്ങളിൽ നിന്നും വർഷിക്കുന്ന ചന്ദ്രകാന്തമണിയാലുണ്ടാക്കപ്പെട്ട പ്രതിമ പോലെ ഇരിക്കുന്ന നിന്തിരുവടിയുടെ രൂപം ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ഒരുവൻ പ്രത്യക്ഷ ഗരുഡനെപ്പോലെ സർപ്പങ്ങളുടെ അഹങ്കാരത്തെ വിഷത്തെ നശിപ്പിക്കുന്നു. അമൃതവർഷം ചെയ്യുന്ന നാഡിയോടുകൂടി നിന്തിരുവടിയെ ധ്യാനിക്കുന്ന ഒരാൾക്ക് വീക്ഷണം കൊണ്ടുപോലും ജ്വരരോഗം കൊണ്ട് ദുഃഖിപ്പിക്കുന്നവരെയും സുഖപ്പെടുത്താൻ കഴിയുന്നു. കിരന്തീമംഗേഭ്യഃ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാമാധത്തേ ഹിമകരശിലാമൂർത്തിമിവ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ. ശ്ലോകം 21.
തടില്ലേഖാതന്നീം തപനശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപദ്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദധതി പരമാഹ്ലാദലഹരീം. ശിവശക്തിഐക്യരൂപമായ തത്വത്തെ സാക്ഷാത്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന മോക്ഷരൂപമായ നിത്യനിരതിശയാനന്ദത്തെ പ്രാപിക്കുന്നതിനുള്ള ധ്യാന സമ്പ്രദായത്തെപ്പറ്റിയാകുന്നു ഈ ശ്ലോകം പറയുന്നത്. അല്ലയോ മഹാത്രിപുരസുന്ദരി, മിന്നൽക്കൊടി പോലെ അതികൃശയായി, തേജോരൂപിണിയായി, സൂര്യചന്ദ്രാഗ്നിരൂപയായി, മൂലാധാരാദി ഷഡാധാര പത്മങ്ങളുടെയും ഉപരിഭാഗത്ത് സഹസ്രദള കമലത്തിൽ സ്ഥിതി ചെയ്യുന്ന നിൻ തിരുവടിയുടെ സാദാഖ്യയായ ബൈന്ദവീകലയെ, അതായത് ഷഡാധാരങ്ങളുടെയും ഗ്രന്ഥിത്രയങ്ങളുടെയും ഉപരിഭാഗത്ത് പരമശിവനോടുള്ള മഹാത്രിപുരസുന്ദരിയുടെ വിഹരണാവസ്ഥയിലുണ്ടാകുന്ന ശിവശക്ത്യാത്മക സംഘട്ടനമാണ് ബൈന്ദവീകല. ഈ ബൈന്ദവീകലയെ നശിപ്പിക്കപ്പെട്ട കാമക്രോധാദികളോടും അജ്ഞാനത്തോടും കൂടിയ മനസ്സുകൊണ്ട്, അതായത് സകല അജ്ഞാനവും നശിച്ച് വിശുദ്ധ ഹൃദയന്മാരായി തീർന്ന ഹഠയോഗികൾ സദാഖ്യ കലാസുധാധാരാ പ്രവാഹത്തെ അനുഭവിച്ച് മോക്ഷരൂപമായ നിത്യനിരതിശയാനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. തടില്ലേഖാതന്നീം തപനശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപദ്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദധതി പരമാഹ്ലാദലഹരീം. തടില്ലേഖാതന്വീം തപനശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപദ്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദധതി പരമാഹ്ലാദലഹരീം. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.